നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. അങ്ങനെ വലിയ വിവാദങ്ങൾ തന്നെയാണ് തിരുവനന്തപുരം കോർപ്പറേഷനെ ചുറ്റിപ്പറ്റി ഇക്കഴിഞ്ഞ 5 കൊല്ലം മുന്നോട്ട് പോയത്. അതിൽ പലവിധ അഴിമതി ആരോപണങ്ങളും ഉയർന്നു കേട്ടിരുന്നു. അത്തരത്തിൽ കോർപ്പറേഷനിലെ പലവിധ അഴിമതികൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു BJP ഭരണത്തിലേറിയതിന് പിന്നാലെ. എന്തിനേറെ പറയുന്നു, ഒരു വാർഡിൽ തന്നെ 13 കോടിയോളം അടുത്ത രൂപ കോർപ്പറേഷന് നഷ്ടം വരുത്തുന്ന രീതിയിൽ തന്നെയാണ് ചില വ്യക്തികൾ അവർ പ്രവർത്തിക്കുന്നത്. ഇതിനേറെ പറയുന്നു, അവിടുത്തെ ജീവനക്കാരെ പോലും വേണ്ട രീതിയിൽ പണിയെടുക്കാൻ സമ്മതിക്കാതെ പാർട്ടി ഗുണ്ടകൾ ഭീഷണിപ്പെടുത്തുന്നു എന്നതടക്കമുള്ള ആരോപണമാണ് ഉയർന്നു കേൾക്കുന്നത്. ഇതിനെതിരെ ശക്തമായി തന്നെ നടപടി സ്വീകരിക്കാൻ ഇപ്പോഴത്തെ കോർപ്പറേഷൻ ഭരണസമിതി തീരുമാനിച്ചിരിക്കുന്നു. തിരുവനന്തപുരം കോർപ്പറേഷന് വസ്തുനികുതി ഇനത്തിൽ തന്നെ കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കാനുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്നാൽ അത് പിരിച്ചെടുക്കാൻ കഴിയാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുന്നു. സ്വകാര്യ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ എന്നിവയിൽ നിന്നൊക്കെ കോടികളാണ് കോർപ്പറേഷന് വരുമാനമായി കിട്ടാനുള്ളത്. കേരള സംസ്ഥാന ഓഡിറ്റ് വകുപ്പിൻ്റെ 2023-24 ഓഡിറ്റ് റിപ്പോർട്ടിലെ വിവരങ്ങളാണ് പുറത്തു വന്നത്. നമുക്ക് തന്നെ അറിയാവുന്നതാണ്, ശാസ്തമംഗലം വാർഡിൽ MLA VK പ്രശാന്തിൻ്റെ ഓഫീസ് കെട്ടിടം കേവലം 870 രൂപയ്ക്ക് മാസവാടക നൽകുന്ന കെട്ടിടത്തിൻ്റെ 1 വർഷത്തെ വാടക കുടിശ്ശികയായിരുന്നു. ഈ വിവാദമുണ്ടായ സാഹചര്യത്തിലാണ് അത് 1 വർഷത്തേത് അടച്ചു തീർത്തത് എന്നതടക്കമുള്ള മാധ്യമ റിപ്പോർട്ടുകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. സമാനമായി തന്നെ ചെറുതും വലുതുമായി ഒട്ടനവധി കെട്ടിടങ്ങൾ കോർപ്പറേഷൻ പരിധിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ നിന്നൊക്കെ തന്നെ ഇതേപോലെ പണം ലഭിക്കാനായിട്ടുണ്ട്. വാടകയും നികുതിയും ലേലത്തുകയും യഥാസമയം പിരിച്ചെടുക്കാത്തതിനാൽ വൻ വരുമാന ചോർച്ചയാണ് കോർപ്പറേഷനെ സംബന്ധിച്ചുണ്ടായിരിക്കുന്നത്. ഇത്രയധികം തുക എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല? അതിനുള്ള കാരണവും വളരെ വ്യക്തമാണ്. പണം നൽകാത്തത് ആരാണെന്ന് മാത്രം പരിശോധിച്ചാൽ മതി. മുൻ വർഷത്തെ കുടിശ്ശികയും ഇപ്പോഴത്തെയും ഒക്കെ ചേർത്ത് 107.91 കോടി രൂപയാണ് കിട്ടാനായിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ പിരിച്ചെടുക്കാനുള്ള 10 വാർഡുകളിലെ 3058 കെട്ടിടങ്ങളിലെ കുടിശ്ശിക എന്ന് പറയുന്നത് 37.84 കോടി രൂപ. കൂടുതൽ സർക്കാർ ഓഫീസുകൾ സ്ഥിതി ചെയ്യുന്ന പാളയം വാർഡിൽ നിന്ന് മാത്രം 827 കെട്ടിടങ്ങളിൽ നിന്നും 12,90,00,000 രൂപയാണ് കുടിശ്ശികയായി കിട്ടാനുള്ളത്. ഇത്തരത്തിൽ 100 കോടിയിലധികം നഗരസഭയ്ക്ക് കിട്ടേണ്ട പണം എന്തുകൊണ്ട് പിരിച്ചെടുക്കുന്നില്ല? കോർപ്പറേഷൻ എന്തുകൊണ്ട് ഈ ഉദാസീനത കാണിക്കുന്നു? അതല്ലെങ്കിൽ ഉദ്യോഗസ്ഥർക്ക് പ്രവർത്തിക്കാനുള്ള അനുമതി കിട്ടുന്നില്ലേ? അവർക്ക് പണം പിരിച്ചെടുക്കാൻ കഴിയാതെ വരുന്നു. എന്താണ് അവിടെ സംഭവിക്കുന്നതെന്നുള്ളത് പരിശോധിക്കാൻ ഒരുങ്ങുന്നു BJP. നഗരസഭയുടെ ഒരു പ്രധാന വരുമാന സ്രോതസ് കൂടിയാണ് വസ്തുനികുതി ഇനം. അത്തരത്തിലും വൻ കുടിശ്ശിക തന്നെയാണ് പിരിച്ചെടുക്കാനായി ഇനി ബാക്കി നിൽക്കുന്നത്. നഗരസഭയുടെ 30ഓളം വാർഡുകളിലായുള്ള അനധികൃത ഹോട്ടലുകൾ, റിസോർട്ടുകൾ ഉൾപ്പെടെയുള്ള അനധികൃത കെട്ടിടങ്ങൾ, മറ്റ് വാണിജ്യ കെട്ടിടങ്ങൾ, സർക്കാർ ഓഫീസ് കെട്ടിടങ്ങൾ, മൊബൈൽ ടവറുകൾ എന്നിവയുടെ വസ്തുനികുതിയിൽ കണ്ടെത്താനുള്ളത് 61 കോടി രൂപ കുടിശ്ശികയാണ്. സ്വകാര്യ കെട്ടിടങ്ങളിൽ കൂടുതലും CPM പ്രാദേശിക നേതാക്കളോ അനുഭാവികളോ ലേലത്തിനെടുത്തതും ബിനാമി പേരിൽ വൻകിട നേതാക്കൾ ലേലത്തിന് എടുത്ത് കൊടുത്തിട്ടുള്ളതുമൊക്കെ ഇക്കൂട്ടത്തിൽ വരുന്നു എന്നാണ് ആരോപണമുള്ളത്. നഗരസഭയുടെ മെയിൻ ഓഫീസ് പരിധിയിലെ കെട്ടിടങ്ങളുടെ വാടക കുടിശ്ശിക 1,54,97,901 രൂപ. കടകംപള്ളി സോണൽ ഓഫീസ് പരിധിയിലെ കടമുറികളുടെ വാടക ആകട്ടെ ഈടാക്കിയിട്ടില്ല. പാർക്കിംഗ് ഏരിയ, മാർക്കറ്റ്, കമ്മ്യൂണിറ്റി ഹാൾ എന്നിവയുടെ ലേലത്തുകയിലും 10 ലക്ഷത്തോളം രൂപയാണ് പിരിച്ചെടുക്കേണ്ടത്. ഇതൊക്കെ CPM ബിനാമികളായ ഗുണ്ടകളെ വെച്ച് കരാറിലേർപ്പെട്ട് അവരുടെ ഭീഷണി കാരണം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് അവിടേക്ക് കടക്കാൻ കഴിയുന്നില്ല എന്ന ആക്ഷേപത്തിന് കൂടി ബലം നൽകുന്നു. കുടിശ്ശിക ചോദിച്ചാൽ ജീവനക്കാരെ ഗുണ്ടകൾ വന്ന് വിരട്ടുന്ന ഒരു പതിവാണ് അവിടെ കാണാനുള്ളത്. കോർപ്പറേഷൻ പരിധിയിലുള്ള കെട്ടിടങ്ങളിൽ പ്രവർത്തിക്കുന്ന സർക്കാർ ഓഫീസുകളുടെ വസ്തു നികുതി കുടിശ്ശിക 50,18,98,383 രൂപയാണ്. 1994 കേരള മുനിസിപ്പാലിറ്റി ആക്ട് 233 പ്രകാരം ഒഴിവാക്കപ്പെട്ടിട്ടില്ലാത്ത കെട്ടിടങ്ങൾക്ക് വസ്തുനികുതി ചുമത്തേണ്ടതാണ്. കൂടാതെ സെക്ഷൻ 235 പ്രകാരം വസ്തുനികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുള്ള കെട്ടിടങ്ങളിൽ സർക്കാർ കെട്ടിടങ്ങളെ ഉൾപ്പെടുത്തിയിട്ടുമില്ല. ചതുരശ്രയടിക്ക് 22 രൂപയാണ് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ സർക്കാർ ഓഫീസ് കെട്ടിടങ്ങളുടെ ഏറ്റവും കുറഞ്ഞ നിരക്ക്. കുടിശ്ശിക സംബന്ധിച്ചുള്ള കെട്ടിടങ്ങളുടെ വിശദ വിവരങ്ങൾ ഓഡിറ്റ് വിഭാഗം ആവശ്യപ്പെട്ടപ്പോൾ 2024 ജനുവരി 1 മുതൽ സഞ്ജയ സോഫ്റ്റ്വെയർ നിലവിലില്ലാത്തതിനാൽ ലഭ്യമല്ല എന്നാണ് കോർപ്പറേഷൻ അധികൃതർ കൊടുക്കുന്ന മറുപടി. എങ്കിലും കിട്ടിയിരിക്കുന്ന വിവരമനുസരിച്ച് സർക്കാർ കെട്ടിടങ്ങൾക്ക് ഇതുവരെ 50 കോടി രൂപ നികുതി കുടിശ്ശികയുണ്ടെന്നാണ് ഓഡിറ്റ് റിപ്പോർട്ടിൽ അനുമാനിക്കുന്നത്. എന്തുകൊണ്ട് ഇവ പിരിച്ചെടുക്കുന്നില്ല? എന്തിനു വേണ്ടിയാണ് ഇതൊക്കെ വിട്ടുകളയുന്നത്? തിരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ വന്നു. അതിനുശേഷം തിരുവനന്തപുരം കോർപ്പറേഷനിലെ മേയറാകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ശ്രീലേഖയ്ക്ക് ഒരു സർപ്രൈസ് ആയിരുന്നു അവസാന നിമിഷം VV രാജേഷ് കടന്നു വന്നത്. എന്നാൽ അനുനയ നീക്കവുമൊക്കെയായി മുന്നോട്ട് പോകുന്നതിനിടയിൽ മറ്റു പല പൊല്ലാപ്പുകളും വിഷയങ്ങളുമായി
തിരുവനന്തപുരം കോർപ്പറേഷനിലെ സംഭവബഹുലമായ ആ യാത്ര നീങ്ങുമ്പോഴാണ് പൊടുന്നനെ എല്ലാം കെട്ടടങ്ങിയെന്ന് പ്രതീക്ഷിച്ചിരിക്കുമ്പോൾ പൊടുന്നനെ തന്നെ ആ ബോംബ് ശ്രീലേഖ പൊട്ടിച്ചത്. അതായത് തിരുവനന്തപുരം മേയർ സ്ഥാനത്തെ ചൊല്ലിയുള്ള കലഹം അതിപ്പോഴുമുണ്ട്. അനുനയമൊന്നും തന്നെ വില പോയില്ലേ എന്ന് ചോദിക്കുന്ന തരത്തിലുള്ള ചില സംഭവവികാസങ്ങളാണ് നടന്നിരിക്കുന്നത്. BJP നേതൃത്വത്തിനെതിരെയാണ് കൗൺസിലറും പാർട്ടി സംസ്ഥാന വൈസ് പ്രസിഡന്റുമായിട്ടുള്ള R ശ്രീലേഖ ഇപ്പോൾ പ്രതികരിച്ചിരിക്കുന്നത്. തന്നെ മത്സരിപ്പിക്കാൻ ഇറക്കിയത് അത് മേയറാക്കാം എന്നുള്ള വാഗ്ദാനത്തിൻ്റെ പേരിലായിരുന്നു. എന്നാൽ തിരഞ്ഞെടുപ്പിന് ശേഷം എന്തോ കാരണം കൊണ്ട് അത് മാറ്റിയെന്നാണ് ശ്രീലേഖ പറയുന്നത്. എന്നാൽ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് തീരുമാനത്തെ എതിർക്കാത്തത് ജയിപ്പിച്ച വോട്ടർമാരെ ഓർത്തിട്ടാണെന്നും ശ്രീലേഖ പറഞ്ഞു. ഒരു ഓൺലൈൻ മാധ്യമത്തോട് സംസാരിക്കുമ്പോഴായിരുന്നു ശ്രീലേഖ ഇത്തരം കാര്യങ്ങൾ തുറന്നടിച്ചത്. അവസാന നിമിഷമായിരുന്നു മേയർ സ്ഥാനത്ത് നിന്നും തന്നെ ഒഴിവാക്കിയെന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ആ ഒഴിവാക്കിയതിലെ അതൃപ്തി തന്നെ ശ്രീലേഖ നേരത്തെ പരസ്യമായി പല രീതിയിൽ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. VV രാജേഷിൻ്റെയും ഡെപ്യൂട്ടി മേയർ ആശാനാഥിൻ്റെയും സത്യപ്രതിജ്ഞാ ചടങ്ങ് അവസാനിക്കും മുമ്പ് തന്നെ വേദി വിട്ട് ശ്രീലേഖ ഇറങ്ങിപ്പോയതൊക്കെ ചർച്ചയായി മാറിയിരുന്നു. ആ വേദിയിൽ ശ്രീലേഖ നിന്നതും ഏവരും പല രീതിയിൽ വിമർശിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അതൃപ്തിയുടെ ഭാഗമല്ല താനെന്ന് വേദി വിട്ടത്, മറ്റ് ചില അസൗകര്യങ്ങളുണ്ടായിരുന്നു, ചില ചടങ്ങുകളുണ്ടായിരുന്നു എന്നൊക്കെ തന്നെ പ്രതികരണം നടത്തിയിരുന്നു. എന്നാൽ ശരിക്കും വേദി വിട്ടു പോയത് ഇത് കാരണം തന്നെയാണ് എന്ന് വേണം ഈ തുറന്നു പറച്ചിലൂടെ മനസ്സിലാക്കാൻ. തിരഞ്ഞെടുപ്പിന് ഉറപ്പായും തന്നെ നിർത്തിയത് കൗൺസിലറാക്കാൻ വേണ്ടിയിട്ടായിരുന്നില്ല, മേയറാക്കും എന്ന ഉറപ്പ് അവർ നൽകിയിരുന്നു. ആ വാഗ്ദാനത്തിൻ്റെ പുറത്തായിരുന്നു താൻ മത്സരിക്കാൻ പോലും തീരുമാനിച്ചത്. ഈ തിരഞ്ഞെടുപ്പിൻ്റെ തന്നെ മുഖം താനായിരിക്കുമെന്ന് പറയുന്നത് കേട്ടപ്പോഴായിരുന്നു സമ്മതം മൂളിയത്. മാധ്യമങ്ങളിലൂടെ ഒക്കെ തന്നെ വാർത്ത വന്നതും ആ രീതിയിലായിരുന്നു. 101 വാർഡുകളിൽ മത്സരം നടന്നെങ്കിൽ പോലും കണ്ണ് മുഴുവൻ ശാസ്തമംഗലത്തെ വാർഡിലേക്കായി. അത് ശ്രീലേഖയിലേക്ക് പതിച്ചതിൽ പ്രധാനപ്പെട്ടൊരു കാരണം തൻ്റെ വ്യക്തിപ്രഭാവമാണെന്ന് ശ്രീലേഖ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. സ്ഥാനാർത്ഥികൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രവർത്തിക്കാമെന്ന് ആദ്യം പറഞ്ഞിരുന്നു. പക്ഷേ നേതൃത്വം ശക്തമായി തന്നെ ആവശ്യപ്പെട്ടു. താൻ BJPയുടെ വൈസ് പ്രസിഡന്റ് കൂടിയാണ്, സംസ്ഥാന വൈസ് പ്രസിഡന്റ് കൂടിയാണ്. പാർട്ടി അങ്ങനെ പറഞ്ഞാണ് പ്രചാരണം നടത്തിയതും മാധ്യമങ്ങളിലടക്കം ചർച്ചകൾക്ക് വിട്ടതും തന്നെയായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സാഹചര്യങ്ങളൊക്കെ മാറി. എന്തോ കാരണം കൊണ്ട് അത് സംഭവിച്ചു. രാജേഷിന് മേയറായും ആശാനാഥിന് ഡെപ്യൂട്ടി മേയറായും കുറച്ചുകൂടി നന്നായി പ്രവർത്തിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര നേതൃത്വം തന്നെ കരുതി. തൻ്റെ കണക്കുകൂട്ടലാണിത്. രാഷ്ട്രീയമാകുമ്പോൾ ഓരോരുത്തരുടെയും താല്പര്യം അനുസരിച്ച് അത് മാറിയേക്കും. കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും ഇങ്ങനെ പറഞ്ഞെന്ന് പറയുമ്പോൾ പോടാ പുല്ലേ എന്ന് പറഞ്ഞ് എതിർത്തോടാൻ തനിക്ക് പറ്റില്ല. കാരണം എന്നെ ജയിപ്പിച്ച കുറേ ആൾക്കാർ ഇവിടെയുണ്ട്. അവരോടുള്ള ആത്മാർത്ഥതയും കൂറുമുള്ളത് കൊണ്ട് 5 വർഷത്തേക്ക് തുടരാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. ചിലപ്പോൾ അത് നല്ലതിനായിരിക്കും എന്നാണ് ശ്രീലേഖ അഭിമുഖത്തിലൂടെ പറഞ്ഞത്. തനിക്ക് അതൃപ്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ അഭിമുഖം വൈറലായതിന് പിന്നാലെ, മാധ്യമങ്ങൾ ഏറ്റെടുത്തതിന് പിന്നാലെ ശ്രീലേഖ രംഗത്തെത്തിയിട്ടുണ്ട്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ തീരുമാനം എന്തായിരുന്നാലും അത് താൻ സ്വീകരിക്കുന്നു. 10 വാർഡുകളിലെ സ്ഥാനാർത്ഥികൾക്കൊപ്പം പ്രവർത്തിച്ച് ജയിപ്പിക്കാനായിരുന്നു ആദ്യം തീരുമാനിച്ചത്. പിന്നീട് മത്സരിക്കാനുള്ളൊരു ആവശ്യം വന്നപ്പോൾ അതിന് വഴങ്ങുകയായിരുന്നു. അതല്ലാതെ താൻ പറഞ്ഞ പ്രതികരണത്തെ വളച്ചൊടിക്കേണ്ടതില്ല എന്നാണ് ശ്രീലേഖ പറയുന്നത്. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമോ എന്ന ചോദ്യത്തിന് താല്പര്യമില്ല എന്നാണ് അവർ പറയുന്നത്. വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ പാർട്ടി നിർദ്ദേശിച്ചോ എന്ന ചോദ്യത്തിനായിരുന്നു ശ്രീലേഖ അങ്ങനെ ഒരു മറുപടി പറഞ്ഞത്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP സംസ്ഥാന നേതൃത്വം മേയർ സ്ഥാനത്തേക്ക് ഉയർത്തിക്കാട്ടിയത് ശ്രീലേഖയെ തന്നെയായിരുന്നു. അവസാന നിമിഷമായിരുന്നു ഇത് മറിഞ്ഞത്. VV രാജേഷിനെ പദവിയിലേക്ക് ഉയർത്തി. രാജേഷിനെ മേയറാക്കാൻ RSS അടക്കം ഇടപെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരുന്നാലും ഈ വിഷയത്തിന് പിന്നാലെ കെട്ടടങ്ങിയെന്ന് വിചാരിച്ച ചില വിഷയങ്ങൾ വീണ്ടും വിവാദമായി മാറുകയാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ തന്നെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് 4.5 പതിറ്റാണ്ട് നീണ്ട ഇടതുഭരണത്തെ അവസാനിപ്പിച്ച് BJP അധികാരത്തിലെത്തിയത്. അതിനുശേഷമാണ് മേയർ സ്ഥാനത്തെ സംബന്ധിച്ചുള്ള അതൃപ്തി അടക്കം ചർച്ചയായി മാറിയത്. ശാസ്തമംഗലത്ത് കൗൺസിൽ സ്ഥാനാർത്ഥിയായി മുൻ DGP കൂടിയായിട്ടുള്ള R ശ്രീലേഖയെ മത്സരരംഗത്ത് ഇറക്കിയത് മുതൽ തന്നെ മേയർ സ്ഥാനം ഏറെ ചർച്ചയായി മാറിയിരുന്നു. VV രാജേഷിൻ്റെയും R ശ്രീലേഖയുടെയും പേരുകൾ ആദ്യം മേയർ സ്ഥാനത്തേക്ക് ഉയർന്നു കേട്ടു. അവസാന നിമിഷം വരെ മേയർ ആരാകും എന്ന കാര്യത്തിൽ BJP സസ്പെൻസും തുടർന്നിരുന്നു. പിന്നീട് മേയർ സ്ഥാനാർത്ഥിയുടെ മത്സരത്തിന് മുന്നേ BJPയുടെ VV രാജേഷിനെ മേയറായും ആശാനാഥിനെ ഡെപ്യൂട്ടി മേയറായും പ്രഖ്യാപിച്ചു. മേയറായും ഡെപ്യൂട്ടി മേയറായും സത്യപ്രതിജ്ഞ ചെയ്യുന്ന ആ ചടങ്ങിൽ നിന്നും R ശ്രീലേഖ നേരത്തെ മടങ്ങിപ്പോയത് വലിയ വാർത്തയായി മാറിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഇത് വീണ്ടും ചർച്ചയാകുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്.